എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ദേവയാനിയും ജലജയും കൂടെ കൂടി അനിയുടെ മണിയർ ഒരുക്കും കേട്ടോ. രണ്ടുപേരും ഇവിടെ അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ദേവേനി പറയുന്നുണ്ട്, നമുക്ക് എന്തൊക്കെ മോഹങ്ങളായിരുന്നു നല്ല രണ്ട് പെൺകുട്ടികളെ ഇങ്ങോട്ട് മരുമക്കളായിട്ട് കൂട്ടിക്കൊണ്ട് വന്നുവെന്നും അവരെ മകളെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഒക്കെയായിരുന്നു. പക്ഷേ രണ്ടെണ്ണം വന്നു കയറിയ രീതി കാരണം നമുക്കതൊന്നും സാധിച്ചില്ല. ഇനി ഈ വന്നു കയറുന്ന മോളെ നന്നായി സ്നേഹിക്കണം, അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം അവളിലൂടെ സാധിച്ചെടുക്കണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ആദർശം അനിയും ഒരുപോലെയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്നൊക്കെ. അത് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും മണിയറ ഒരുക്കിയതിന് ശേഷം ജലജയോട് പറയുവാണ്, നീ പോയി നമ്മുടെ രണ്ട് മരുമക്കളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടോ, അവളുമാരെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറയും. അങ്ങനെ ജലജ വിളിക്കാൻ പോകുന്നു. ദേവയാനി നയനയും വിളിക്കാൻ ചെല്ലും. നയനയുടെ റൂമിന് വാതിലിൽ കൊട്ടി വിളിക്കുമ്പോൾ നയന ഇറങ്ങി വന്നിട്ട് എന്നെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, നീങ്ങ് വന്നേ, നിന്നെ ഒരു കാര്യം കാണിച്ചു തരാനാ എന്ന് പറയും. അപ്പോൾ നയന ചോദിക്കും, എന്ത് കാര്യം അമ്മയെന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്ന് അറിഞ്ഞാലും നീ വരുവോളോ, നിനക്കിവിടെ എന്നെ മല മറിക്കുന്ന വല്ല പണിയുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ നേരായ രീതിയിൽ മരുമക്കളായിട്ട് കയറി വരുന്നവർക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് നിന്നെ കാണിച്ചു തരാം, വേണേ നിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചോ, അവർക്കും സന്തോഷമാകുമെന്ന് പറയും. നയന ഇത്തിരി സംശയിച്ച് നിൽക്കുവാണെങ്കിലും കൂടെ ചെല്ലുന്നുണ്ട്. ഈ സമയം ജലജ പോയി നവ്യനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നവ്യയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നവ്യ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല, വളരെ പുച്ഛത്തിൽ നിൽക്കുവാണ് നവ്യ. ഏതായാലും നയനെ വിളിച്ചുകൊണ്ട് കാണിച്ച് കഴിയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, ഓ ഇത് കാണാനാണോ അമ്മ ഇങ്ങോട്ട് വിളിച്ചത്, ഇത് ഒന്നുകൂടെ മൂടി പിടിപ്പിക്കാനാണ് എന്നെ വിളിച്ചെങ്കിൽ അതിന് കുറച്ചുകൂടെ അന്തസ്സുണ്ടായിരുന്നു, ഞാൻ ഇതിൽ നന്നായിട്ട് ചെയ്തേനെ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഓ നീയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, ബെഡിൽ മുട്ടുസൂചിയും അങ്ങനെ പലതും കണ്ടേനെ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആരാന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും, അതിനുള്ള തെളിവല്ലോ ഞാൻ തരണോ എന്ന് ചോദിക്കുന്നെങ്കിൽ ജലജ അങ്ങ് ഒതുങ്ങുവേ. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, നീ കണ്ടോ, നേരായ രീതിയിൽ ഈ വീട്ടിലേക്ക് കയറി വന്നായിരുന്നെങ്കിൽ ഞങ്ങൾ പലതും ചെയ്തു കൊടുത്തേനെ ഞങ്ങളുടെ മരുമക്കൾക്ക്, പക്ഷെ നീയൊക്കെ ആണല്ലോ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി വന്ന് കയറുന്ന പെൺകുട്ടിയാണ് ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ, അവളുടെ ശബ്ദം മാത്രം ഈ അനന്തപുരി മുഴങ്ങി കേട്ടാൽ മതിയെന്നൊക്കെ ദേവയാനി പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇനി വരുന്നതാണ് ആദ്യത്തെ മരുമകൾ എന്ന അമ്മ എത്രയൊക്കെ ഉറക്കെ പറഞ്ഞാലും അതങ്ങനെയല്ല, ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ, അതിന് യാതൊരു മാറ്റവുമില്ല. എൻ്റെ ചേച്ചി ഈ നിൽക്കുന്നത് എന്നേക്കാൾ മുതിർന്നതുമാണ്, പക്ഷേ ആ സ്ഥാനം എനിക്കാണ് എന്ന് പറയും. എന്തെങ്കിലും ജലജ, ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ ഇവള് എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, സംസാരിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, ഇവളിങ്ങോട്ട് മരുമകളായിട്ട് കയറി വന്ന സമയത്ത് ആദർശിൻ്റെ ബെഡ്റൂമിൽ പോലും അവൾക്കൊരു സ്ഥാനമില്ലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും കണ്ടതാണ് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നവ്യ പറയുന്നുണ്ട്, ഏതായാലും മണിയറൊക്കെ ഒരുക്കി കഴിഞ്ഞല്ലോ, എൻ്റെ അമ്മായിമ്മ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞ് നവ്യ ജലജ വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. പോയി കഴിയുമ്പോഴത്തേക്കും നയന ദേവയാനിയോട് പറയുന്നുണ്ട്, ആയിക്കോട്ടെ അമ്മ, ഇനിയും സ്റ്റോർ റൂമിൽ കിടക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആദർശേട്ടനാണ്, ആദർശേട്ടനെ എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് പോവാണ്. ആദ്യത്തെ സംഭവമാണ് നയന അതുപോലെ ഒന്ന് ദേവയാനിയോട് പറയുന്നത്. ദേവയാനിക്ക് അത് ഭയങ്കര വിഷമമായി, ആകപ്പാടെ നാണം കിട്ടുപോയി. പിന്നീട് നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യ വന്നിട്ട് ചോദിക്കുകയാണ് ജലജയോട്, അതെ അവർ ആ ബെഡിൽ വിരിച്ചേക്കുന്ന കൊണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അമ്മയുടെ കയ്യിലും ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം അത്രയും നല്ലതൊന്നുമില്ല, എൻ്റെ കയ്യിലും അമ്മ അത്യാവശ്യം കൊള്ളാമെന്നൊക്കെ ഉണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ അതുപോലെ നല്ലൊരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോയി എൻ്റെ ബെഡ്റൂമിൽ വിരിക്കുക എന്ന് പറയും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, ആഹാ നിൻ്റെ ബെഡ്റൂമിൽ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചു തന്നോ, അതൊന്നും നടക്കണ കാര്യമല്ല മോളെ എന്ന് പറയുമ്പോൾ, ആണോ എങ്കിലേ വേറൊരു മോഷണത്തിൻ്റെ കഥ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയുമെന്ന് പറയും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, ആ കാര്യം പറഞ്ഞ് നീയൊക്കെ എന്നെ ഇട്ട് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, നടക്കുകയല്ല എന്ന് പറയും. അന്നേരം പറയും, നടക്കും, ഇല്ലെങ്കിൽ വേറെ പലതും ഇവിടെ എല്ലാവരും അറിയും, അത് വേണോ എന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പലപ്പോഴും വിളിച്ച് പറയാറുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതെന്ന്, ഞങ്ങളെയൊക്കെ മുന്നേ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന വേറെ പലരും ഇവിടെയുണ്ട്, നിങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കറിയാം എന്ന് പറയും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ അറിഞ്ഞത്, നീ എന്നെ അറിഞ്ഞു എന്നാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അറിയേണ്ട രീതിയിലൊക്കെ അറിഞ്ഞത്, അതുകൊണ്ട് എന്നെക്കൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ അങ്ങ് പറയിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, മുത്തശ്ശിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ പ്രസവം വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞേക്കുന്ന, അതുകൊണ്ട് പോയി ബെഡ്ഷീറ്റ് വിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ ഞാൻ പോയി ചെയ്തോളാം, ഏതായാലും ഇങ്ങോട്ട് പുതിയൊരു മരുമകൾ വരുന്നുണ്ട്, അവൾ ഇവിടെ വന്നതിന് ശേഷം അവളുടെ ഭരണമായിരിക്കും, മിക്കവാറും നിന്നെയൊക്കെ ഇവിടുന്ന് പറപ്പിക്കും അവൾ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നയനയല്ല നവ്യ, എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ടും പെരുമാറും, പിന്നെ ഞാൻ ഇവിടുന്ന് പറക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ
അമ്മായിമ്മയും കാണുമെന്ന് നവ്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നവ്യ നയനുമായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് നയനോട്, നിൻ്റെ അമ്മായിമ്മ കരുതിക്കുട്ടിയാണല്ലോടി, അവരെന്തൊക്കെ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അവരെന്തെങ്കിലും ചെയ്യട്ടെ ചേച്ചി, ഏതായാലും ഇങ്ങോട്ട് കയറി വരുന്ന അനാമിക അത്ര നല്ല പുള്ളിയൊന്നുമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ രക്ഷിച്ചിട്ടും അവൾ ആ കാര്യങ്ങളൊന്നും പറയാതെ കഥ മാറ്റി പറഞ്ഞത്. അതുകൊണ്ട് അവൾ ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം ഒരു യുദ്ധം നടക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എന്നോട് എങ്ങനെ പെരുമാറുന്നു ആ രീതി തന്നെയായിരിക്കും ഞാൻ പെരുമാറുന്നത്, അതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് നവ്യ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഏതായാലും ഞാനും കുറച്ച് മാറാനൊക്കെ തീരുമാനിച്ചു, പക്ഷേ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആയിരിക്കും, അതെൻ്റെ അമ്മായിമ്മയാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ശരി എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, കേട്ടോ ചേച്ചി ഇത്തിരി സൂക്ഷിക്കണം, ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും മോനും ജയിലിൽ പോയി കിടക്കും, ഞാൻ ആരുടെ മുമ്പിലും ആവശ്യമില്ലാതെ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുകയൊന്നുമില്ല എന്നാണ് നവ്യ പറയുന്നത്. ഇതിനിടയ്ക്ക് ജലജ നല്ല ബെഡ്ഷീറ്റ് നോക്കി എടുത്തുകൊണ്ട് വന്ന് നവ്യയുടെ ബെഡിൽ വിരിക്കുന്നുണ്ട്. അന്നേരം ഇത് കാണുന്ന അഭി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇവിടെ ബെഡ്ഷീറ്റ് വിരിക്കാൻ വന്നതെന്ന്. അന്നേരം പറയുന്നുണ്ടോ, എൻ്റെ മരുമകളുടെ ഉത്തരവ്, അത് പാലിച്ചല്ലേ പറ്റുള്ളൂ, നീ ആണല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് പറയും. അങ്ങോട്ട് നവ്യ വരും. അന്നേരം നവ്യ പയ്യെ ജലജയുടെ കവളയിലൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, താടി പിടിച്ചിട്ട് പറയുവാണ്, അതേ ഇവിടെ നയനയുടെ അമ്മായിമ്മ പലതും കാണിക്കും, അത് കണ്ടുകൊണ്ട് അമ്മ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാനും പലതും തിരിച്ച് ചെയ്യും എന്ന് പറയും. അന്നത്തേക്കും അഭി പറയുന്നുണ്ട്, നീ ഞങ്ങളിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന്. അന്നേരം നവ്യ പറയും, അതിലേറെ നീ എന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും നിനക്ക് ഇഷ്ടമല്ല, എന്നിട്ട് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, നീയൊക്കെ ഇങ്ങോട്ട് നേരായ മാർഗ്ഗത്തിൽ കയറി വന്നായിരുന്നെങ്കിൽ ഇതെല്ലാം അപ്പുറം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നേനെ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ നേരായ രീതിയിൽ ഇങ്ങോട്ട് കയറി വന്ന കാര്യം പറയരുത്, അങ്ങനെ ഞാൻ കയറി വന്നിരുന്നുവെങ്കിൽ നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഇരുന്നേനെ. അന്ന് നീ പറഞ്ഞല്ലോ, അയ്യോ നീ എനിക്ക് ഭയങ്കര കഴിവാണ്, നിൻ്റെ ചേട്ടന് കഴിവില്ല എന്നൊക്കെ, ആ രീതിയിലല്ലേടാ നീ എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയാ, അവൾ എന്തെങ്കിലും പറയട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട, ഇതിനോടൊക്കെ സംസാരിച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ജലജ പറയുവാണ്. അന്നേരം നവ്യ പറയും, ബെഡ്ഷീറ്റ് വിരിക്കാൻ പറഞ്ഞു, വിരിച്ച് കഴിഞ്ഞല്ലോ, എന്നാൽ ഇനി പോകാൻ നോക്കുക എന്ന് പറയും. ജലജ ചാടിത്തുള്ളി അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് നവ്യ അഭിയോട് പറയാം, നീ ഒരു അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്, അതിൻ്റെ എല്ലാ കുഴപ്പവും നിനക്കുണ്ട് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുന്നതേക്കും അഭി പറയും, ഇനി അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, നാളെ കല്യാണത്തിന് പോകാനുള്ളതല്ലേ, കയറി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞ് അഭി കയറി കിടന്ന് ഉറങ്ങുക. പിന്നീട് ആദർശിനെയും നയനെയാണ് കാണിക്കുന്നത്. ആദർശിന് ആകെ വിഷമമാണ് അനിയുടെ കാര്യം ഓർത്തിട്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ മനസ്സിലെ പെൺകുട്ടി ആരാണ് എന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ നിന്നേനെ, നാളെ വിവാഹമാണ്, എന്നിട്ടും അവൻ ഇതുവരെ അനാമിക ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അനിയുടെ മനസ്സിലുള്ള പെൺകുട്ടി ഒരിക്കലും ഈ കുടുംബമായിട്ട് യോജിച്ചു പോകില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ആദർശേട്ടനെന്ന് ചോദിക്കും. ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയുള്ള പെൺകുട്ടികളൊന്നും അനി സ്നേഹിക്കത്തില്ല, ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെ വന്നു, അനാമികയെക്കുറിച്ച് തൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അപ്പം നയന പറയുന്നുണ്ട്, ആ കുട്ടി ഇത്തിരി ഓവർ സ്മാർട്ടാണെന്ന്. എന്നാൽ ആദർശ് പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നി, ഇനി വന്നതിന് ശേഷം അവനെ സ്നേഹിച്ചാൽ മതിയായിരുന്നു, അവനെ സ്നേഹിക്കാൻ ഒരു മനസ്സുള്ളത് കൊണ്ട് മിക്കവാറും വിവാഹത്തിന് ശേഷം അവൻ ഇതെല്ലാം മാറ്റി പറയുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അവൻ്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം, സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ഏട്ടൻ്റെ ജീവിതം തകർന്ന പോലെ അനിയനെ സംഭവിക്കരുത് എന്നായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പം, നേരത്തെ നമ്മൾ അങ്ങനെയായിരുന്നു, ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഏട്ടൻ്റെ അനിയനാണ് വിവാഹം കഴിക്കുന്നത് നാളെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ നീ ഇപ്പം ഇങ്ങനെ പറയുന്നേ, അതെന്തിനാ എടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയന പയ്യെ അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുവാണ്. അന്നേരം ഒരുപാട് ഇഷ്ടത്തോടെ നയനെ നോക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.